പാരീസിൽ വന്നിട്ട് പറയാൻ വെച്ചിരുന്ന അനൗൺസ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ? അമലേ, എന്താണ് പരിപാടി? ഓ മൈ ഗോഡ്. ചില കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, നമ്മളത് മറന്നാലും ദൈവം മറക്കത്തില്ല. ആർ യു റെഡി? ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ മമ്മിയും ഡാഡിയും വന്നപ്പോൾ നിർത്തിയത്. അയ്യോ, എന്നെ കടിച്ചിട്ടില്ലേ കുട്ടനെ. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ചെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിപ്പോൾ ഉള്ളത് ഡോവറിലാണ് നമ്മുടെ മിഥിലയും ശ്രീകുട്ടനും ഉള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ഡോവറിൽ വന്നിരിക്കുന്നത് പാരീസിലേക്ക് പോകാനാണ്. അപ്പം ഇതിനു മുമ്പേ നമ്മൾ ഡോവറിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബെൽജിയം ആൻഡ് ആംസ്റ്റർഡാം ട്രിപ്പിലേക്ക്. നമ്മൾ 3-4 പ്രാവശ്യം പാരീസിൽ പോയിട്ടുണ്ട്, മമ്മി ഡാഡി ആയിട്ടും പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫെറി കയറിയാണ് ഡോവറിൽ നിന്ന് കാലയിൽ പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലൂടെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞങ്ങൾ വരുന്ന വഴിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ത്രില്ലിലായിരുന്നു. എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ. 15 മിനിറ്റ് ട്രെയിൻ ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 35 മിനിറ്റ് ആണ് ഇവിടുന്ന് കാലയിലേക്കുള്ള യാത്ര. നമ്മൾ ഫെറിയിലാണെങ്കിൽ 1.5-1.25 മണിക്കൂറൊക്കെ എടുക്കും. അപ്പം ഇതിൻ്റെ ചാർജും കാര്യങ്ങളും ഒക്കെ ഞാൻ അച്ചായോട് ചോദിച്ചിട്ട് പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ചുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ പാക്കിങ്ങും അതുപോലെ തന്നെ രാവിലെ എണ്ണിച്ചില വിക്കുന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും, പിന്നെ ഞങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രെയിനിലിരുന്ന് കഴിക്കാനുള്ള ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഡോവറിലെത്തി. ഞങ്ങളുടെ യാത്രയൊക്കെ സ്മൂത്തായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഹീത്രോയിൽ ബ്ലോക്ക് ആയിരിക്കും എന്ന്. കാരണം അവിടെ ഭയങ്കര തീപിടുത്തമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ വലിയൊരു അനൗൺസ്മെൻ്റ് ആണ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, നമ്മളത് മറന്നാലും ദൈവം മറക്കത്തില്ല. ദൈവം തരുന്നതും ദ റൈറ്റ് ടൈമിലായിരിക്കും. അതിനുള്ള കാരണം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പാരീസിൽ ചെന്ന് പറയുന്നതായിരിക്കില്ലേ നല്ലത്. ഞാൻ അത് പാരീസിൽ ചെന്നിട്ട് അനൗൺസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ ദേ ഡോവറിൽ വന്നപ്പം അച്ചു നേരെ ഒരു ബ്രേക്കിന് കയറിയിരിക്കുകയാണ്. ബ്രേക്ക് ഇൻ ദ സെൻസ് ലൈക്ക് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് കരുതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇവക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നേ. ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ നേരത്ത് എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് ഞങ്ങൾ യാത്ര തുടങ്ങാൻ നേരത്ത് ഞങ്ങൾ വർത്താനം പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ലെവിക്കുട്ടൻ ഓട്ടോമാറ്റിക്കലി ഉറങ്ങും. അവൻ്റെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാട്ടൊക്കെ കേട്ടിട്ട് ആള് നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കാറിൽ ഫുൾ ടൈം അവൻ്റെ സോങ്ങാണ് വെക്കുന്നത്. ഞങ്ങൾ യൂസ് ടു ആയി. ഞങ്ങളും ഇവിടെ ഇരുന്ന് പാടുകയും ആക്ഷൻ സോങ്ങും കളിക്കാറാണ് പതിവ്. ലെവിക്കുട്ടന് നഴ്സറി ചേർത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആളുകൾ. 15 മണിക്കൂർ ഫ്രീ ഉള്ളത് ഞങ്ങൾക്ക് എലിജിബിൾ അല്ല. ആളിപ്പോൾ ഇവിടെ സീറ്റിലിരുന്നിട്ട് ഇത് ഇങ്ങനെ എത്തിക്കുത്തി നോക്കും കേട്ടോ. നമ്മൾ ലേ ഷട്ടിൽ ബുക്ക് ചെയ്തത് ഓൺലൈൻ ത്രൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് എങ്ങോട്ടാണ് ഷട്ടിൽ ചെയ്യേണ്ടത്. ഞങ്ങൾ ഡോവർ ടു കാലെ ആയിരുന്നു. അപ്പോൾ 130 പൗണ്ട്സ് 120 or 130 പൗണ്ട്സ് ആണ് ആയത്. പീക്ക് ടൈം ആണെങ്കിൽ ഈ പ്രൈസിനല്ല കേട്ടോ നമുക്ക് കിട്ടുന്നത്. റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മളെടുത്തത് ഉച്ചയ്ക്ക് ഒരു 1 മണിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത ഈവനിങ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലമാണ് പാരീസ്. അപ്പോൾ അതുകൊണ്ട് ലെവിക്കുട്ടനായിട്ടുള്ള ഒരു ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടൈമും കാര്യങ്ങളുമാണ് ഞങ്ങൾ ഫിക്സ് ചെയ്ത് എടുത്തത്. ഈവനിങ്ങോടുകൂടി ചെന്ന് ഒരു ദിവസമാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം, കൊച്ചിനെ വെച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതെന്ന്. നമ്മൾ വൺസ് ലൈക്ക് അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന മാതാപിതാക്കളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ആയി പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലാക്കിയത്. എൻ്റെ വിചാരം ഫെറി പോലെ തന്നെ നമ്മൾ കയറി കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി മേളിലേക്ക് വല്ലതും പോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വല്ല കോഫി ഷോപ്പൊക്കെ മുമ്പോട്ട് കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. 35 മിനിറ്റ്സും നമ്മൾ ഈ ട്രെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ട്രെയിനിലിരിക്കും. അപ്പോഴത്തേക്ക് ഒരു 10 വണ്ടികൾ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ ഷട്ടർ ക്ലോസ് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡും എടുത്തുകൊണ്ടാണ് പോയത്. ലെവിക്കുട്ടിൻ്റെ ഫുഡൊക്കെ ചൂടാക്കാമല്ലോ, ട്രെയിനിൽ ആ സൗകര്യം ഉണ്ടാവുമല്ലോ എന്ന് കരുതി. പക്ഷെ അറിയത്തില്ലായിരുന്നല്ലോ. പക്ഷേ 35 മിനിറ്റ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. 35 മിനിറ്റ് എടുത്തു എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. മൂവ് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ ഒരു ഫീലും അറിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ ബിഹൈൻഡ് എന്തെങ്കിലും ഒരു ക്രിക് 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 സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇഗ്നോർ.
ലേവിക്കുട്ടിൻ്റെ ടോയ്സ് വെച്ച് ലേവിക്കുട്ടൻ എൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാലയിലെത്തി. കാലയിൽ നിന്ന് ഞങ്ങൾ വെച്ച് പിടിച്ച് പോകുന്നത് ഓൺ ദി വേ ഏതെങ്കിലും ഒരു പെട്രോൾ ബങ്ക് കാണും, അവിടെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ചൂടാക്കാം. ലേവിക്കുട്ടിന് ഫസ്റ്റ് ഫുഡ് കൊടുത്തതിന് ശേഷം ബാക്കി പരിപാടിയുള്ളതെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. കാരണം ട്രാവൽ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഫ്ലൈറ്റിലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവേ. ഇത് വണ്ടിക്കകത്താണ്ട് ഒരേ ഒരു ഇരിപ്പിരിക്കുമല്ലേ, അപ്പോൾ കുഞ്ഞിന് ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ കാണും. പിന്നെ രാവിലെ തൊട്ട് ഇച്ചിരി മടിയാണ് ഫുഡ് കഴിക്കാൻ. എനിക്കൊന്നും ഉറക്കവും കാര്യങ്ങളൊന്നും സെറ്റാവാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ രാത്രി എന്ന് പറയാനില്ല, ഞങ്ങളൊരു 8 മണിയോട് കൂടി ആയപ്പോഴത്തേക്ക് പാരീസിലേക്ക് എത്തി കേട്ടോ. ഇവിടുന്നേ നമുക്ക് ഐഫിൽ ടവർ കാണാൻ പറ്റുന്നുണ്ട്. ഈഫിൽ ടവർ ആണോ ഐഫിൽ ടവർ ആണെന്ന് എനിക്കറിയില്ല. ഐഫിൽ ടവർ എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. ഈഫിൽ ടവർ എനിക്ക് തോന്നുന്നു ഫ്രഞ്ചുകാർ പറയുന്ന ഒരു സ്റ്റൈലാണെന്ന്. പാർക്കിംഗ് ഫ്രീ ആണ്. ഐഫിൽ ടവർ എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ മാത്രം, യെസ്, ഐഫിൽ ടവർ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ലൊക്കേഷനിലാണ്, അതായത് ഐഫിൽ ടവറിൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു സ്പോട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ നിർത്തും, നൈറ്റിലാണെങ്കിൽ മാത്രം. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ തൊട്ട് താഴെ നിന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതേ ഈ ഒരു സ്ട്രീറ്റ് ഉണ്ട്, സോ ഇവിടെ വണ്ടിയൊന്നും പോവില്ല. ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ ആളുകളുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 10 യൂറോ ഒക്കെ ഉള്ളൂ ഒരു ഫോട്ടോയ്ക്ക്, പക്ഷേ ഞങ്ങൾക്ക് 10 യൂറോയ്ക്ക് 3 ഫോട്ടോ കിട്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസ് ഇവിടെ കിട്ടും. അവിടെ നൈറ്റ് ഫ്രീ പാർക്കിംഗ് ആണ്, അല്ലാതെ പേ ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഈ കാലം വെച്ച് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കൃത്യസമയത്ത് നല്ല അടിപൊളി സ്പോട്ട് പാർക്കിങ്ങിന് കിട്ടി. പിന്നെ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. ഞാൻ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു, ദൈവമേ മഴ പെയ്യല്ലേ എന്ന്. ഞങ്ങളിവിടെ വന്ന് 9 o'clock ആയപ്പോൾ ലൈറ്റ് എടുത്ത സമയത്ത് മഴയൊന്നും പെയ്തില്ല. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ധൃതിയിൽ യൂട്യൂബ് വീഡിയോയിൽ 9 o'clockൻ്റെ ലൈറ്റ് എടുക്കാൻ വിട്ടുപോയി. 5 minutes ആണ് ലൈറ്റ് അവർ ഓൺ ആക്കുന്നത്. ഓരോ അവർ കൂടുന്ന നേരത്താണ് ലൈറ്റ് ഓൺ ആക്കുന്നത്. 8 o'clock 9 o'clock. ഇവിടെ ഒരാൾക്ക് നടക്കാൻ നേരത്ത് എൻ്റെ കൈയും വേണം. അതുകൊണ്ട് ഞാൻ കൈ കൊടുക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ ലേറ്റായിട്ട് ലഞ്ച് കഴിച്ചത് കൊണ്ട് ഡിന്നർ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലേക്കുന്നുള്ള ഫുഡും ഉണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ നേരെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് രാത്രി ഞങ്ങൾ അധികം സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പ് തുടങ്ങി. ഈ പ്രാവശ്യം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഹോട്ടൽ അപ്പാർട്ട്മെൻ്റ് ആണ്. ലേക്കുന്നുണ്ടായത് കൊണ്ട് തന്നെ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും. പുറത്തത്തെ ഫുഡ് നമ്മൾ പറഞ്ഞല്ലോ, മുട്ട ഉള്ളത് കൊണ്ട് മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാണ്. ഇപ്പം ഞാൻ ലേക്കുന്ന് ഇടയ്ക്ക് പുറത്തത്തെ ഫുഡും ഞാൻ ട്രൈ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ട്രാവൽ ചെയ്യാൻ നേരത്തെ എപ്പോഴും പോസിബിൾ ആവുന്നില്ല എനിക്ക് കുക്ക് ചെയ്തുകൊണ്ട് പോകാൻ ലോങ് ജേർണി ആകുമ്പോൾ. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ വാട്ട് ഈറ്റിനെ ഡേ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല. 11 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചില സ്ഥലം കൂടെ ഇനി കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചൂടുവെള്ളത്തിൽ കുറച്ച് ചിയ സീഡ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുളിക്കുന്നതിന് മുമ്പേ വന്നിട്ട് ഞാനത് കുടിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചു. ഇനി അത് അച്ചുവിനും ലേവിക്കുട്ടിനും കൊടുക്കണം. ഞാൻ ഇത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം റെഡി ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മളൊരു മിനി കിച്ചൺ ചെറുതായിട്ട് അവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരാൻ നേരത്ത് പ്രോമിസ് ചെയ്ത കാര്യമാണ്. പാരീസിൽ നിന്ന് ഞാൻ ആ അനൗൺസ്മെന്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കുന്നത്. അനൗൺസ്മെന്റ് വേറൊന്നുമല്ല, ഞങ്ങൾ UK നിന്ന് പോവാണ് ഗായ്സ്. മൈഗ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. ഓസ്ട്രേലിയ ആണോ കാനഡ ആണോ എന്ന് ഒത്തിരി ആളുകൾ ചോദിച്ചു. നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, അതും ദുബായിലേക്കാണ് ഗായ്സ് ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾ ഒത്തിരി വർഷത്തെ പ്രാർത്ഥനയായിരുന്നു. എൻ്റെ ഡാഡി ഒരു 10-30 കൊല്ലത്തോളം ദുബായിലായിരുന്നു വർക്ക് ചെയ്തത്. അച്ഛൻ ജനിച്ചു വളർന്നത്, ചില ഫാമിലി എല്ലാവരും കുവൈറ്റിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മൈഗ്രേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത്. വേറെ ഒന്നുമല്ല, കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമുക്ക് വീട്ടിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പാരൻസിന് നമ്മുടെ കൂടെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിലും UK നമുക്ക് 6 months നിൽക്കാൻ പറ്റുന്നുള്ളൂ. എനിവേ ഇപ്പം ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. UK മാത്രമല്ല, നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾക്ക് എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പം ദുബായ് ഓൾറെഡി എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം നാട് പോലെയാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഞങ്ങളും സ്വന്തം നാടായിട്ട് നിങ്ങളുടെ എന്താ പറയുക തേർഡ് ഹോമായ ദുബായിലേക്ക് ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഞങ്ങൾ അറിയിക്കാനുള്ള ആ അനൗൺസ്മെന്റ് ന്യൂസ്. അപ്പം ഇനിയും വിശേഷങ്ങളുണ്ട്. ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വിസയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 30-ാം തീയതിയിലേക്കാണ് ഞങ്ങൾ മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ ദുബായിലുള്ളതായിരിക്കും കാണുന്നത്. കൂടാതെ UK കാണും. ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ട്രാവലിംഗ് ആയിരിക്കും. ബിക്കോസ് ഇതുവരെ ഞാൻ PR ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തിട്ടില്ല. PR കിട്ടി, പക്ഷെ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ നാച്ചുറലൈസേഷനും പിന്നെ ഓത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യും. പക്ഷേ ഇനിയും നമ്മുടെ തേർഡ് ഹോം എന്ന് പറയുന്നത് ദുബായ് ആണ്. അപ്പം അതാണ് അനൗൺസ്മെന്റ്. ഞാൻ ഭയങ്കര ത്രില്ഡാണ്. ഓക്കെ, സോ ദുബായ് നമ്മുടെ ഒരു
എന്താ പറയുക, മിക്ക ആളുകളും ഉള്ളൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാ കാര്യത്തിനും ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. പിന്നെ നമ്മുടെ പാരൻസിനൊക്കെ പോയി പെട്ടെന്ന് കാണാം, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നാട്ടിൽ പോവാം. UK നാട്ടിൽ പോകാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഇച്ചിരി എക്സ്പെൻസീവ് അല്ലേ, ഇത് കുറച്ച് എന്താ പറയുക നമുക്ക് അഫോർഡബിൾ ആണ്. അതൊക്കെ കരുതി ഞങ്ങളൊന്ന് ജസ്റ്റ് പ്രെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു 7-8 കൊല്ലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങൾക്ക് ദുബായിലേക്ക് തന്നെ വേണമെന്ന്. കറക്റ്റ് ദൈവം എല്ലാം പക്കായിട്ട് ഞങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അതുപോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളിൽ നമ്മൾക്ക് ദുബായിയുടെ അപ്ഡേറ്റ്സും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് എല്ലാം കുളമാവും കേട്ടോ. അപ്പോൾ അനൗൺസ്മെൻറ്റ് അറിഞ്ഞല്ലോ, നിങ്ങൾ ഹാപ്പി ആയോ? അതുകൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. UK വിട്ടിട്ട് പോകുന്നതിന് ഒരുപാട് പേര് വിഷമമൊക്കെ പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിടും. ഞങ്ങളുടെ ഇയർലി ടിക്കറ്റ് എല്ലാ വർഷവും UK-ലേക്കാണ്. ലെവ്ക്കുട്ടിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം 1-2 സ്പൂൺ മാത്രമേ ലെവ്ക്കുട്ടൻ ഓട്സ് കഴിച്ചോളൂ കേട്ടോ. ഞാൻ നേരെ ഇതെടുത്തുകൊണ്ട് ഇവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ റെഡി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെ ഒരു ട്രാൻസിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താകും ദൈവത്തിന് മാത്രമേ, ലെവി സഹകരിച്ചാൽ മാത്രമേ അത് സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്കിറങ്ങാം. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തന്നെ ഇപ്പോൾ ടൗണിലേക്ക് പോവാണ്. അച്ചു കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു. അങ്ങനെ ലെവക്കുട്ടൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായപ്പോഴത്തേക്ക് ദേ അച്ചു കാറും കൊണ്ട് വന്നു. ഇവിടെ നിന്ന് നമ്മൾ 2-3 സ്പോട്ട് കവർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ലെവിക്കുട്ടന് അധികം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാനൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്ത് വരുമായിരുന്നു. പിന്നെ ഞാനും അച്ചു ആണെങ്കിലും കുറച്ച് ടയേർഡായിരുന്നു കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ മൂവ് ചെയ്യുന്നതിൻ്റെ കാര്യവും ഒരുപാട് പേരെ കാണാനുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരു 1 ഡേ ട്രിപ്പും അല്ലായിരുന്നോ. പിന്നെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കും, നമ്മൾ ഒന്നും കൂടി ടയേർഡാവുകയും എന്തൊക്കെയോ നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവന് ഇഷ്ടമുള്ളത് ഓറഞ്ച് മാത്രമായിരുന്നു, അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 3 ഓറഞ്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതത്ര പതികടല്ല, ഛർദ്ദിക്കാൻ വഴിയുണ്ടെന്ന്. ആൾ ചെറുതായിട്ടൊന്ന് വൊമിറ്റ് ചെയ്യുന്നത് പോലെ കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി. പക്ഷേ വയറ്റിലൊന്നും ഇല്ലയെന്ന് ഞങ്ങൾക്ക് അറിയാം. കൂടുതൽ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കറങ്ങുന്നില്ല. അവനെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം നേരെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഹലോ ഗൈസ്, ഇന്ന് നല്ലൊരു സ്പോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നല്ല വെതറും. അപ്പം UK-ൽ ഇനി ചേച്ചി വരികയില്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ചെറിയൊരു റിനോവേഷൻ ഉണ്ട് നമ്മുടെ ഫ്ലാറ്റിന്. അപ്പം അതിൻ്റെ പരിപാടികൾ നടക്കുന്നു. അപ്പം ഞാൻ ജൂലൈ തിരിച്ചു വരും. പിന്നെ സെപ്റ്റംബറിലെ എൻ്റെ PR-ൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവത്തുള്ളൂ. ഞങ്ങൾ 2 പേര് ഇതുവരെ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാച്ചുറലൈസേഷൻ കാര്യങ്ങളൊക്കെ അച്ചുവിൻ്റെ കാര്യങ്ങൾ ശരിയാക്കണം. 15 വർഷമായി അച്ഛ, ഞാൻ 11 വർഷം കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ മതിയെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഒരാളെങ്കിലും ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി. ലെവിക്കുട്ടിന് ഓൾറെഡി ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഓക്കെ അല്ല, ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വന്നാലേ പറ്റുള്ളൂ. ഒരു 8 വർഷത്തോളമായി ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ദൈവം അതെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കി തന്നത്. ദൈവം വലിയവനാണ്. ഞങ്ങൾ എന്തൊക്കെയാണ് എഴുതിയിട്ട് അതെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ദുബായ് വിശേഷങ്ങൾ ഇനിയും കാണാം, കൂട്ടത്തിൽ UK വിശേഷങ്ങളും കാണാം. ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം PR-ന് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. അച്ഛന് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടിയിട്ട് ഓത്ത് എടുക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനുണ്ട്. ഇത് ഞാൻ ഇനി ഇവിടുന്ന് റിവീൽ ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടുന്ന് റിവീൽ ചെയ്യാനാണ്. UK-ൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു അനൗൺസ്മെൻറ്റ് എനിക്ക് പാരീസ് ഐഫിൽ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. ഇനിയും സമയം കളയുന്നില്ല. ലെവിക്കുട്ടിന് ചെറിയ വിശപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ കുറച്ച് ഓട്സും കുറച്ച് കോൺഫ്ലേക്സും മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബ്രഞ്ച് ഏതെങ്കിലും സ്പോട്ട് കിട്ടുവാണെങ്കിൽ ബ്രഞ്ച് കഴിക്കും, ഇല്ലെങ്കിൽ ലഞ്ച് കഴിക്കും. നമ്മൾ ഒത്തിരി പ്രാവശ്യം പാരീസിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സ്പോട്ട് കവർ ചെയ്യണമെന്നില്ല. ലെവിക്കുട്ടനായിട്ട് 1-2 ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. ഒരു ചെറിയ സിറ്റി ബ്രേക്ക് മാത്രമേ ഞങ്ങൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളൂ. നാളെ നമ്മുടെ മിഥിലയുടെ ബേബി ഷവറും ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. തിരിച്ചു കാലയിൽ ചെന്നിട്ട് നൈറ്റ് ട്രെയിനുണ്ട്. അപ്പോൾ ഡോവറിലെത്തും. അവിടെ ഒരു 5 മിനിറ്റേ ഉള്ളൂ മിഥിലയുടെയും ശ്രീക്കുട്ടിൻ്റെയും വീട്ടിലേക്ക്. അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് നമ്മൾ പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ദുബായ് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ ദുബായിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. അപ്പം കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ലെവിക്കുട്ടിന് പറ്റിയ നഴ്സറി എവിടെയാണ് ഉള്ളത്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഹോട്ടലിലാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ വിസ അപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കും. ദുബായിലുള്ളവർ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ചാനലിലൂടെ. ഓക്കെ, ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ മമ്മിയും ഡാഡിയും വന്നപ്പോൾ നിർത്തിയത്. നമ്മൾ കറങ്ങി വന്നതാണ്. ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട്.
പാർക്കിംഗ് ടിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ കണ്ടോ. പക്ഷേ എപ്പോഴും പാർക്കിംഗ് കിട്ടുമെന്നും അറിയത്തില്ല. മാരത്തോൺ നടക്കുന്നതുകൊണ്ടെന്ന് തോന്നുന്നു ഭയങ്കര കാലിയായിട്ട് കിടക്കുന്നത്. ഇന്ന് സാറ്റർഡേ ആണ്, സാധാരണ നല്ല ബിസിയുള്ളൊരു ദിവസമാണ്. കുഴപ്പമില്ല, ലെവ്ക്കുട്ടൻ തന്നെ കാറിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിട്ട് പോകുന്നില്ല. സോ ലെവ്ക്കുട്ടൻ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചതുകൊണ്ട് ഇനി നമ്മൾ അധികം സ്പോട്ട് കവർ ചെയ്യുന്നില്ല. നേരെ നമുക്ക് കാലിയിലേക്ക് വിടാം. 3.5 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലേറ്റ് ആക്കുന്നില്ല. ഈവനിങ് ആകുമ്പോൾ നമ്മൾ ചെന്നാൽ മാത്രമേ നാളെ ഫ്രഷ് ആയിട്ട് മിഥിലയുടെ ബേബി ഷവർ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ബ്രഞ്ചിൻ്റെ സ്പോട്ട് കണ്ടുപിടിച്ചത് അച്ചുവാണ് കേട്ടോ. ദ ബെസ്റ്റ് ബ്രഞ്ച് എവിടെയാണെന്ന് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. അങ്ങോട്ട് പോവാണ്. ഫുഡ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ചെറിയൊരു കടയാണ്, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. താഴെയാണ് കുഞ്ഞിന് ബേബി സീറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ അവിടെ ഭയങ്കര റഷ് ആയതുകൊണ്ട് ഞങ്ങൾ മുകളിൽ ചെറിയ കിട്ടിയ സ്പോട്ടിലിരുന്നു. ലേറ്റ് ആക്കുന്നില്ല എന്ന് കരുതി. കാരണം ലെവിക്കുട്ടിന് വിശപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അങ്ങനെ അവൻ്റെ ഫുഡ് ചൂടാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, കിടുക്കാച്ചി സ്പോട്ട് തന്നെയാണ്, കിടുക്കാച്ചി ഫുഡുമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ നോമ്പിൻ്റെ സമയത്ത് എഗ്ഗ് കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രഞ്ച് ടോസ്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത്രയും സ്വീറ്റ് കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് പറഞ്ഞത്. പക്ഷേ അടിപൊളിയായിരുന്നു. 47 euro ആണ് നമുക്ക് ആയത്. ലെവിക്കുട്ടിന് അവിടെ നിന്ന് ഒന്നും കഴിച്ചില്ല കേട്ടോ. ടോളിന് നമുക്ക് ആവുന്നത് 45 euros എങ്ങാണ്ടാണേ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടോളിൻ്റെ എക്സിറ്റ് എടുത്ത് ലെവീനെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ 1 hour ലേറ്റ് ആണ്. 5 o'clock ട്രെയിനായിരുന്നു. നമ്മളിപ്പോൾ എത്തിയത് 6:20 ആയി. അപ്പം 2 മണിക്കൂറിന് ഉള്ളിൽ എത്തുവാണെങ്കിൽ അവർ റീഷെഡ്യൂൾ ചെയ്യും എന്നിങ്ങനെ കണ്ടിട്ടുണ്ട്. അറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ അറിയിക്കാം. ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫെറിയിലായിരുന്നപ്പം നമുക്ക് 2-3 പ്രാവശ്യം നമ്മൾ നേരത്തെ ചെന്നപ്പം നമുക്ക് കയറാൻ പറ്റി. ഫെറി ആണെങ്കിൽ കുറച്ചും കൂടി കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡും കാര്യങ്ങളും കോഫിയും ഒക്കെ കിട്ടും. സോ ഇതിപ്പം ഒരു പീക്ക് ടൈം അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് 130 pounds കിട്ടിയത് അപ്പ് ആൻഡ് ഡൗൺ. ഫെറിയിൽ ഏകദേശം 110 pounds ഒക്കെ ആവാറുണ്ട്. പീക്ക് ടൈം ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പീക്ക് ടൈം ആണെങ്കിൽ ഈ 2 hours സംഭവം ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളിതേ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ക്യാമറ ഓഫ് ചെയ്യേണ്ടി വരും. നമുക്ക് കയറാൻ പറ്റും ഇല്ല, കുഴപ്പമില്ല എന്നാണ് അച്ചു പറയുന്നത്. ലെവിക്കുട്ടൻ നല്ല ഉറക്കമാണ്. ഇൻ ബിറ്റ്വീൻ ഞങ്ങളൊരു ബ്രേക്കിന് നിർത്തിയിരുന്നു, അപ്പോൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ ലെവിക്കുട്ടൊന്ന് എണ്ണിച്ച് പാലും എടുത്ത് പിന്നെയും കുഞ്ഞ് ഉറങ്ങുവാണേ. പിന്നെ വേറൊരു കാര്യം കൂടെ കാണിക്കാനുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. പറയാനുണ്ടായിരുന്നു, ഞാൻ പറയാം. യെസ്, എന്തായിരുന്നു അച്ഛൻ്റെ പേര് വരൂ? അതെ, നമ്മൾ പേഷ്യൻസോടുകൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് അടിച്ചതും അത് വന്നു. ആരോ ഒരാൾ നമ്മളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്താവുന്ന അവസ്ഥ എന്നറിയില്ല. നോക്കട്ടെ കേട്ടോ. സെൽഫ് ചെക്കിനാണോ വെച്ചത്? നമ്മൾ പിന്നെയും പേ ചെയ്യുകയാണ്. How many euros? 228 euros. 228. Yeah, that's 188 pounds. Oh. That's the price of class ticket, and online is അങ്ങനെ 190 pound കൊടുത്ത് നമ്മൾ പിന്നെയും 1 way ടിക്കറ്റ് മേടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ 2 മണിക്കൂറല്ല, 1 മണിക്കൂറല്ല, 10 മിനിറ്റ് വൈകിയാലും നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ വൈകിയതാണ്. ഓക്കെ, നമ്മൾ കുഞ്ഞിനെയും കൊണ്ടൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ ലേറ്റ് ആകും. അങ്ങനെ സംഭവിച്ചതാണ്. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 2 hours ലേറ്റ് ആണെന്ന്. രാവിലെ ലെവിക്കുട്ടിന് കുറച്ച് ഫുഡേ കഴിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ടൈം എടുത്തു. കാരണം ഓൺ ദി വേയിൽ അവന് വയ്യാതാവോ, ക്ഷീണിക്കുമോ, ഛർദ്ദിക്കുമോ എന്നെനിക്കൊരു പേടിയായി ഗ്യാസ് കയറിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡിലേ ആയി. പിന്നെ ഇന്നലെയും അവൻ ഈ പറഞ്ഞതുപോലെ വയറ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിനുണ്ടായിരുന്നു. മീൻസ് കണ്ടിന്യൂസ് യാത്രയല്ലായിരുന്നു. ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുഞ്ഞ് അപ്പോഴത്തേക്ക് ടോയ്ലറ്റിൽ പോയി. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ 25 minutes ലേറ്റായി. ധൃതി വെച്ച് പോയിട്ട് എന്തായാലും കാര്യമില്ലാന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ 2 hours നമുക്ക്
എടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഹീത്രോ എയർപോർട്ട് ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂ കാരണം കുറേ ആളുകൾ ഡോവർ ടു കാലെ പിന്നെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലൂടെയും അതുപോലെ തന്നെ ഫെറിയിലൂടെയും വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും 190 പോയത് പോയി, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനത്തെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴല്ലേ വേറൊരാൾ ഇത് കേൾക്കാൻ നേരത്ത് നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കത്തുള്ളൂ. 7:30 കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഷട്ടിൽ കിട്ടിയത്. നല്ല തിരക്കായിരുന്നു ആ സമയത്തും. ലെവിക്കുട്ടിന് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല. പിന്നെ ഇച്ചുമണീനെയും ഷീമോനെയൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് അവൻ കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് വരുന്നത്. അല്ലാതെ അവരെ സ്ക്രീനിൽ കാണുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. മിഥില ഈ വയറും വെച്ച് ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഞാനും പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ ഫുൾ ടൈം ആളുകളാണ്, പക്ഷെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അതിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മി അങ്ങനെ തന്നെ കേട്ടോ, എത്ര വയ്യായെങ്കിലും അവരെ ഫുഡ് കഴിപ്പിച്ച് വയറ് നിറപ്പിച്ചിട്ടേ വിടാറുള്ളൂ. ഈ ഒരു സ്റ്റൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മിഥിലോട് ചോദിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നമ്മൾ എത്തി. മിഥില ഗ്രാൻഡ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പനീറും ഗീ റൈസും പിന്നെ നല്ല അടിപൊളി പിക്കിൾ നമ്മുടെ ലുലു മാളിൽ നിന്ന് കൊണ്ടുവന്നത്, പിന്നെ മിഥിലയുടെ മദറിൽ ഉണ്ടാക്കിയ ഇഞ്ചിപ്പുളിയൊക്കെ കഴിച്ച് നല്ല സുഖം ഉറക്കമിറങ്ങി. രാവിലെ എണ്ണിച്ച് അതിലും ഗ്രാൻഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂവും ലെവിക്കുട്ടനും കഴിച്ചു. ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് ഞാനും അച്ചായും ലെവിക്കുട്ടനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. കേക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തു മേടിക്കാൻ വേണ്ടിയിട്ട്. മിഥില ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു കുട്ടി ശില്പ എന്ന് പറഞ്ഞാൽ ആ മോളാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ ജിഷിയും ജോനും വരുന്നുണ്ട്. അവരെല്ലാവരും കൂടെ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മുടെ ബേബി ഷവർ നടക്കുന്ന സ്പോട്ടിലേക്ക് എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഡെക്കറേഷനും പരിപാടിയെല്ലാം അമലും വൈഫുമാണ്. സോ അമൽ സത്മോ ഫോട്ടോഗ്രാഫി നിങ്ങൾ കണ്ടു കാണും. ABC കാർഗോ ആൻഡ് കൊറിയറിൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. സോ അമൽ ഫോട്ടോഗ്രാഫി മാത്രമല്ല കേട്ടോ, പുള്ളി ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയാണ് ഫുൾ ഡെക്കറേഷനും ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന് മുമ്പ് 1-2 വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അപ്പം ബേബി ഷവറിനും പറഞ്ഞു എല്ലാം സെറ്റ് ചെയ്തേക്കാൻ ചേച്ചി എന്ന് പറഞ്ഞു. ഞങ്ങളൊരു ഔട്ട്ഡോർ ആണ് സെറ്റ് ചെയ്തത്. പക്ഷേ ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നു, അയ്യോ ഇന്ന് 80% മഴയാണ്. ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു, ദൈവമേ വെതർ നല്ലതാവണേന്ന്. ദൈവത്തിൻ്റെ ക്രൂ കൊണ്ട് വെതർ നന്നായിട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഞാൻ ടൗണിൽ പോയി എല്ലാ കാര്യവും സെറ്റ് ചെയ്തിട്ട് ഇപ്പം നേരെ ഇവിടുന്ന് ലൊക്കേഷനിലേക്ക് പോവാണ്. 20-25 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. പിന്നെ അവിടുന്ന് മിഥിലയുടെ വീട്ടിലേക്ക് 10 മിനിറ്റ്സേ ഡ്രൈവ് ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഈ ലൊക്കേഷൻ ആയതുകൊണ്ട് ഒത്തിരി പേർക്കൊന്നും എത്താൻ പറ്റിയില്ല. നമ്മൾ ആദ്യം ക്രോയിഡനാണ് സെറ്റ് ചെയ്തത്. പക്ഷേ മിഥിലയുടെ കണ്ടീഷൻ എനിക്കൊരു ടെൻഷൻ. 37 വീക്ക് സ്റ്റാർട്ട് ചെയ്യണം നാളെ. എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു റിസ്ക് എനിക്ക് ഏറ്റെടുക്കേണ്ട എന്ന് മനസ്സിൽ ഓൾറെഡി ഫിക്സ് ചെയ്തതുകൊണ്ടാണ് ഡോവറിൽ പറഞ്ഞത്. ചിന്നു ചേച്ചി വരാനിരിക്കുകയായിരുന്നു. പക്ഷേ ചിന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിൽ പോയതുകൊണ്ട് ചേച്ചിക്ക് പിള്ളേരെ ഇട്ടിട്ട് ഇത്രയും ദൂരമുണ്ട്, 3-4 മണിക്കൂർ ട്രെയിനാണ്. അതാണ് എല്ലാ ആൾക്കാർക്കും പ്രശ്നം. ഇന്ന് സൺഡേ ആണ്. മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതിൻ്റെയും എല്ലാവരോടും യാത്ര പറയലും പാക്കിങ്ങും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളും ബിസി ആയിരുന്നു. ഇപ്പോൾ ഇവിടെ സമയം 12:30 ആയി. അപ്പോൾ ലെവിക്കുട്ടൻ ചോറുണ്ടോണ്ടിരിക്കുകയാണ് ശ്രീകുട്ടനെയും മിഥിലയുടെയും കൂടെ. അതുകൊണ്ട് എന്താണ് പരിപാടി? ഓ മൈ ഗോഡ്, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെരി ഗുഡ്. സോ ഇതാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ. അതെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതേ ഈ ഒരു പബ്ബിലാണ്. അടിപൊളിയാണ്. കാലാവസ്ഥ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതി. അമലിന്റെ കൂടെ നിൽക്കുന്ന ആള് അമൽജിയുടെ വൈഫ്. പേര് പറയൂ. ഷോണിമിക്ക് നാണമ. ഇവിടെ ആരാ? എന്ത് മാണിമ? പേരെന്തുവാ? എൽജിൻ. വലങ്കൈ എടങ്കൈ ആൾക്കാരൊക്കെ ഉണ്ട്. ഇനിയപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ മോം ടു ബി അല്ലെങ്കിൽ ബ്രൈഡൽ ഷവർ, ബേബി ഷവർ ഒക്കെ നടത്തണമെങ്കിൽ അമലിനെ കോണ്ടാക്ട് ചെയ്യുക. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്തൊക്കെയുണ്ട് അമലേ? പറയൂ. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, സ്റ്റേജ് ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ആരത്? ഈ ആരത്? DJ എല്ലാം ഉണ്ട് കേട്ടോ. സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി. ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചതും അമൽ തന്നെയാണ് കേട്ടോ. അമൽ ഓൾറെഡി മിഥിലയുടെയും ഗൗരിയുടെയും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് മിഥില ചോറും കറികളും എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഫിറ്റ് ആവുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ആ ടെൻഷനിലാണ് പോയി കുളിച്ചത്. പെട്ടെന്ന് കുളിച്ച് റെഡിയായി. അപ്പോൾ അവരിതേ റെഡിയായിട്ട് മുകളിലുണ്ട്. ഇപ്പം ഇറങ്ങും.
അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഓക്കെ, അച്ചു ഇവിടെ റെഡിയാണ്. അച്ചു അവിടെ അച്ഛതി അങ്ങോട്ട് പോയി. ഒരുപാട് ആളുകളൊക്കെ ചേർന്നൊരു ബേബി ഷവറാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അവർ ഓൾറെഡി നാട്ടിൽ പോയ സമയത്ത് വളകാപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. മിഥില ആ സമയത്താണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഷിഫ്റ്റിങ്ങും പരിപാടിയൊക്കെ ആയതുകൊണ്ട് മിഥിലയും നാട്ടിൽ പോയി. അതാണ് ഇത്രയും വൈകിയത് കേട്ടോ. എന്തായാലും ഈ ബേബി ഷവർ ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് ഹാപ്പി ആക്കേണ്ടത്. അടിപൊളിയായിട്ടാണ് അമൽ ആൻഡ് ടീം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സത്മു ഇവൻസിന് ബിഗ് താങ്ക്സ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഈ വീഡിയോസ് കാണാൻ നേരത്തെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറച്ച് പേരുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റി. മിഥില ഫസ്റ്റ് ഓഫ് ഓൾ എൻജോയ് ചെയ്തു. കൂട്ടത്തിൽ ശ്രീകുട്ടനും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇവൻ ലെവ്കുട്ടനാണെങ്കിലും നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ പുറകെ ഓടുന്നതുകൊണ്ട് ഒരു ടെൻഷനായിരുന്നു. ഇത് ജോവാനയുടെ പകരം ചെറിയ ഗിഫ്റ്റും ലെവ്കുട്ടിന് കിട്ടി. അയ്യോ എൻ്റെ ലെവിക്കുട്ടൻ എണ്ണിച്ചേ. ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ ഒരാളെല്ലാം അഴിച്ച് പണിത് ബാക്ക് ടു പൊസിഷനിൽ വെക്കാണ്. എവിടെ ലെവിക്കുട്ടൻ? അമ്മയുടെ കുട്ടൻ എണ്ണിച്ചോ? അമ്മേണ്ണ പാത്തിയ ലെവിക്കുട്ടൻ ഉറങ്ങുമായിരുന്നു. ഞങ്ങളും ഡിസ്റ്റർബ് ചെയ്തില്ല. ഉറങ്ങുന്ന കുഞ്ഞിനെ എന്തിനാ വെറുതെ ഉണർത്തുന്നത് എന്ന് കരുതി. അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ. മിഥിലയുടെയും ഗൗരിയുടെയും ഒരു വീഡിയോ നിങ്ങളെല്ലാവരും റീൽസിൽ കണ്ടു കാണും. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇതൊരു ഹിഡൻ സ്പോട്ടാണ്, പക്ഷെ സൂപ്പർ സ്പോട്ടുമാണ്. മിഥില ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് അല്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഞാൻ എൻഗേജ്ഡാണ്. പക്ഷെ എന്നാലും എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും രീതിയിൽ ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ഒരിക്കലും മിസ് ചെയ്യത്തില്ല. എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും, എത്ര വയ്യായെങ്കിലും. ഇന്ന് മിഥിലയും ശ്രീകുട്ടനും ദേ അങ്ങ് ഹാപ്പിനെസ്സിൻ്റെ അറ്റത്തെത്തിയിരിക്കുകയെന്ന് പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ അമലിന്, വൈഫിനും, പിന്നെ കൂടെ വന്ന ആ മോനും ബിഗ് താങ്ക്സ് പറയണം. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്തു. പിന്നെ ശില്പയാണ് കേക്ക് മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ജിഷയും ജോവാനയും നല്ല ദൂരത്തു നിന്നാണ് എത്തിയത്. ബ്രെക്സ്ലി ഓൺ സീന്ന് അറൗണ്ട് 2.5-3 hours ട്രാവലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ചിന്നി ചേച്ചി ആണെങ്കിലും ബിഹൈൻഡ് പ്രവർത്തിക്കുന്നുണ്ട്. മിഥിലയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് വൗച്ചറും കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വരാൻ പറ്റിയില്ല, ക്രോയിഡൻ അല്ലാത്തത് കൊണ്ട്. ക്രോയിഡൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരുണ്ടായേനെ. ഞങ്ങൾ ഈ UK നിന്ന് പോകുന്നതിൻ്റെ മുമ്പേ ഒത്തിരി മെമ്മറീസ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മളത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ആഴ്ചകളിൽ, അതായത് ആഴ്ച എന്ന് വെച്ചാൽ കുറച്ച് 3-4 ആഴ്ചകളേ ഉള്ളൂ. ബിസിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എല്ലാം ചെയ്തു തീർക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലെവിക്കുട്ടൻ ഉണർന്നതുകൊണ്ട് അവനെന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അവനായിട്ട് ഒരൊറ്റ ഫോട്ടോ പോലും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ചെറിയ തണുപ്പും തുടങ്ങുന്നുണ്ട് ഈ ഒരു സീസൈഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ സ്പോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ അനൗൺസ്മെൻറ്റ് നിങ്ങളും സ്വീകരിച്ച് ഞങ്ങളെ ദുബായിലേക്ക് വെൽക്കം ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.